തന്നെ അടിയൊഴുക്ക് ഇപ്പോഴും ശക്തമായി തുടരുകയാണ്. 6 നോട്ട്സിന് മുകളിൽ തന്നെയാണ് ഇപ്പോഴും അടിയൊഴുക്ക് എന്നാണ് പറയുന്നത്. 2 നോട്ട്സ് ആണെങ്കിൽ മാത്രമാണ് ഡൈവേഴ്സിന് അവിടെ ഇറങ്ങി പരിശോധനയ്ക്ക് സാധ്യമാവുക. മാക്സിമം 3 നോട്ട്സ്, അതിനപ്പുറമായാൽ അത് ജീവൻ ബലി കൊടുക്കുന്നതിന് സമാനമായിരിക്കും രക്ഷാദൌത്യം അങ്ങനെ ഒരു സാഹചര്യത്തിൽ നടത്തുക എന്നത്. അത് മനുഷ്യസാധ്യമല്ല എന്ന സാഹചര്യമാണുള്ളത്. അതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തടസ്സമായിരുന്നത്. ഇന്നും അതുതന്നെയാണ് തടസ്സം. മഴ മാറി നിൽക്കുന്നു എങ്കിൽ പോലും നദിയിലെ അടിയൊഴുക്കിന് യാതൊരു കുറവും വരുന്നില്ല എന്ന സാഹചര്യം. ഇപ്പോൾ കെ വി ബൈജു നമുക്കൊപ്പം ചേരുന്നു. ബൈജുവിനൊപ്പം മന്ത്രി മുഹമ്മദ് റിയാസും ഉണ്ട്. ബൈജു, എന്താണ് മിനിസ്റ്റർക്ക് കൂടുതലായി പറയാനുള്ളത്? രേണുക, സർക്കാരിന്റെ പ്രതിനിധിയായാണ് ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് എത്തിയിട്ടുള്ളത്. മുഹമ്മദ് റിയാസ് അദ്ദേഹം തന്നെ ന്യൂസ് 8നോടൊപ്പം ചേരുന്നു. മിനിസ്റ്റർ, ഈ രക്ഷാദൗത്യം നീളാനുള്ളൊരു സാധ്യതയാണ് കാണുന്നത്? അല്ല, ഇപ്പോൾ കാലാവസ്ഥ പ്രതികൂലമാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, നല്ല മഴയാണ്. നല്ല മഴ എന്ന് മാത്രമല്ല, ഒഴുക്ക് ശക്തമാണ്, അടിയൊഴുക്ക് ശക്തമാണ്. അപ്പോൾ നേവിയുടെ ഡൈവേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെള്ളത്തിൽ ചാടുന്നതിന് ഒരു തടസ്സമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ കാര്യങ്ങളുണ്ട്. അതിൽ നിന്നും എല്ലാ നിലയിലും മുന്നോട്ട് പോകാൻ എല്ലാ ശ്രമവും നടത്തണമെന്നാണ് കേരള സംസ്ഥാന സർക്കാരിൻ്റെ നിലപാട്. ആ നിലപാട് ഇന്ന് ചേർന്ന യോഗത്തിൽ അറിയിച്ചു. ആ യോഗം അത് പൊതുവെ ഐക്യകണ്ഠേന തീരുമാനം സർക്കാരിൻ്റെ നിലപാടിനോട് യോജിച്ചുകൊണ്ട് കൈക്കൊള്ളുകയും ചെയ്തു. ഈ മുഖ്യമന്ത്രി തലത്തിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോ? ഇപ്പോൾ മുഖ്യമന്ത്രി, കർണാടക മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നേരത്തെ തന്നെ സംസ്ഥാന സർക്കാർ നിലപാട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും ദൈനംദിനം ചീഫ് സെക്രട്ടറിയും മറ്റുദ്യോഗസ്ഥരും ഒക്കെ തന്നെ ബന്ധപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി എന്നുള്ള നിലയിലുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഞങ്ങൾ മന്ത്രിമാർ ശ്രീ എ കെ ശശീന്ദ്രൻ രാത്രിയാകുമ്പോൾ ഇവിടെ എത്തും. ഞങ്ങളും ഇതുവരെ നടത്തിയ പ്രവർത്തനവും തുടർന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കും. ഇതിപ്പോൾ പ്ലാൻ ബി, ഒരു പ്ലാൻ സി, അങ്ങനെ ഒരു രീതി. കാരണം അടിയൊഴുക്ക് എന്തായാലും ഇത് 7 എന്നൊക്കെ പറയുമ്പോൾ അത് കുറയണമെങ്കിൽ ഇനിയും സമയം എടുക്കില്ല. അതെ, ഈ പ്രതികൂല കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫാൻ ഡൂണിൻ്റെ അതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനും നിശ്ചയിച്ചിട്ടുണ്ട്. കാലാവസ്ഥ അനുകൂലമായാൽ ചെയ്യേണ്ട കാര്യങ്ങൾ അതും നിശ്ചയിച്ചിട്ടുണ്ട്. ഈ കുടുംബവും അത് തന്നെ വലിയ വേദനയിലാണ്. അവരോടൊക്കെ അല്ല, ഇന്നലെ ഞാൻ വീട്ടിൽ പോയിരുന്നു. ഇന്നിപ്പോൾ ഇവിടുന്ന് കുടുംബം ഉണ്ട്, അവരെ കണ്ടിട്ടുണ്ട്. അവർക്കൊപ്പം ലോകത്തെവിടെയുമുള്ള മലയാളികളുണ്ട്. ഈ കാണാതായ 3 പേരെയും കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് ലോകമാകും. മിനിസ്റ്റർ ഇവിടെ തന്നെ തുടർന്ന് ഇവിടെ ഉണ്ടാവും. എന്തായാലും രേണുക, മന്ത്രി മുഹമ്മദ് റിയാസ് അദ്ദേഹം കാര്യങ്ങൾ വ്യക്തമാക്കി. ഏതായാലും മന്ത്രിയുടെ വരവോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ രക്ഷാദൗത്യം തുടരും എന്ന ഒരു തീരുമാനം ഇപ്പോൾ വന്നിരിക്കുന്നത്. അത് വലിയ ആശ്വാസം തന്നെയാണ്. നമ്മൾക്ക് ആശങ്കയുണ്ടാക്കുന്ന ഒരു കാര്യം അത് തന്നെയായിരുന്നു. രക്ഷാദൗത്യം നിർത്തിവെച്ചേക്കാം എന്ന് ഏതായാലും മന്ത്രി ആ കാര്യത്തിൽ ഉറപ്പ് നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഉയർന്ന ചോദ്യം ഇതാണ്: ഇനി ഏത് തരത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് അർജുനെ കണ്ടെത്താനായി ഉണ്ടാവുക? അത് തന്നെയാണ് ഇനി കാത്തിരിക്കേണ്ടത്. പുതിയ യന്ത്രങ്ങൾ കൊണ്ടുവരും എന്ന് പറയുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം ഈ അടിയൊഴുക്കിൽ അത് പ്രാവർത്തികമാകും എന്നത് നമുക്ക് കാണേണ്ടി വരും. ഏതായാലും നാളെ രക്ഷാദൗത്യം പുതിയ ദിശയിലേക്ക് പോകുമെന്നാണ്, അത്തരത്തിലുള്ള ഉപകരണം എത്തുമെന്നാണ് മന്ത്രി ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രേണുക.